Hello everyone, welcome to Learnwise and our BA Psychology practical classes. ഇന്ന് നമ്മൾ BA Psychology പ്രാക്ടിക്കൽസിന്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ടെസ്റ്റുകളാണുള്ളത്, എന്തൊക്കെയാണ് എക്സ്പെരിമെന്റ്സിന്റെ പ്രത്യേകതകൾ, റിലയബിലിറ്റി, വാലിഡിറ്റി, നോംസ് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു വീഡിയോ നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ നോട്ട് റൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫോർമാറ്റിൻ്റെ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. എന്തിനായിരിക്കും ഈ ഒരു പ്രാക്ടിക്കൽസ് നമ്മളുടെ യൂണിവേഴ്സിറ്റി അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും സൈക്കോളജിയിലെ ലബോറട്ടറിയും അതിൽ ഉള്ള എക്സ്പെരിമെൻറ്റിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഡിഗ്രി ലെവലിൽ തന്നെ അവർ ഈ എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് BPCC 101 അതുപോലെ തന്നെ 103 ഈ രണ്ട് കോഴ്സുകളുടെയും അല്ലെങ്കിൽ രണ്ട് സെമസ്റ്റേഴ്സിൻ്റെയും ഒരുമിച്ചായിരിക്കും എക്സാം ഉണ്ടാവുക, ഒരേ ദിവസമായിരിക്കും ഉണ്ടാവുക എന്നാണ് അവർ പറയുന്നത്. കാരണം നിങ്ങളുടെ എക്സാംസ് ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ, അതായത് രണ്ട് സെമസ്റ്റേഴ്സിൻ്റെ എക്സാംസും ഒരൊറ്റ ഷെഡ്യൂളായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെയാണ് പ്രാക്ടിക്കൽസിൻ്റെ കാര്യവും. എന്തായാലും രണ്ട് കോഴ്സുകളായിട്ട് നിങ്ങൾക്ക് 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽസ് ആണ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അതിൽ BPCC 101 നിങ്ങൾക്ക് ചെയ്യാനുള്ളത് 3 മുള്ളർ ലെയർ ഇല്യൂഷൻ, അതുപോലെ തന്നെ ബൈലാറ്ററൽ ട്രാൻസ്ഫറൻസ്, അതുപോലെ തന്നെ ബൈലാറ്ററൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. മൂന്നാമത്തത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ ആണ്. 101 നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത്. അതിൽ 3 2 മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ എന്ന് നിങ്ങളുടെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ചില സ്റ്റഡി സെൻറ്റേഴ്സിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധ്യതയുണ്ട്. ഏതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യേണ്ടാത്തത് എന്നുള്ളതിനെ കുറിച്ച് അവർ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, ചില സ്റ്റഡി സെൻറ്റേഴ്സിൽ നിങ്ങൾ 3 പഠിച്ചു വരേണ്ടി വരും. അതിൽ 3 അവർ വൈവക്ക് ചോദിക്കും, പക്ഷേ 2 മാത്രം എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് ആൻഡ് എവറി സ്റ്റഡി സെൻറ്റർ ഓർ ദ റീജിയണൽ സെൻറ്റർ ദാറ്റ് യു ആർ രജിസ്റ്റേർഡ് വിത്ത്. ഓക്കെ, എന്തായാലും ഞാനൊരു കാര്യം ആദ്യമേ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലബോറട്ടറി എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് IGNOU ഇങ്ങനൊരു സംഭവം നമ്മളുടെ സിലബസിൻ്റെ പാർട്ടാക്കിയത്. അപ്പോൾ ഓരോ പേപ്പറിലുള്ള പ്രാക്ടിക്കൽസിനും 2 ക്രെഡിറ്റുകൾ വീതമാണ് നമുക്ക് ലഭിക്കുക. നിങ്ങൾ ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അക്കാദമിക് കൗൺസിലറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അക്കാദമിക് കൗൺസിലർ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത്. അതിനനുസരിച്ച് അവർ മാർക്കിങ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ലെവൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഗൈഡിനനുസരിച്ച് തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സൈക്കോളജിയിൽ എക്സ്പെരിമെൻറ്റ്സ് ഓരോ കാര്യങ്ങൾ പഠിക്കാനും, അതിപ്പോൾ പേഴ്സണാലിറ്റി ആണെങ്കിലും ഇൻ്റലിജൻസ് ആണെങ്കിലും ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും എന്താണെങ്കിലും അതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പാരറ്റസും എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കോമ്പണൻസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പെസിഫിക്കലി നമുക്ക് 101 കുറിച്ച് പറയുകയാണെങ്കിൽ 101 പേപ്പറിൻ്റെ പ്രാക്ടിക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുള്ളർ ലെയർ ഇല്യൂഷൻ, ബൈലാറ്ററൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, മെമ്മറി എക്സ്പെരിമെൻറ്റ് അഥവാ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ്, ഈ 3 ഉള്ളത്. ഗൈഡിൽ പറയുന്നത് 2 പ്രാക്ടിക്കൽസ് ആർ ടു ബി കണ്ടക്റ്റഡ് ഫ്രം ദീസ് 3 എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ 3 2 നിങ്ങൾ കണ്ടക്ട് ചെയ്യണമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ 103 നിങ്ങൾക്ക് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, ബാറ്റിയസ് ബാറ്ററി ഓഫ് പെർഫോമൻസ് ഇൻ്റലിജൻസ് ടെസ്റ്റ്, ഈ 2 ടെസ്റ്റുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ടെസ്റ്റുകളെ കുറിച്ചൊക്കെ ബ്രീഫായിട്ട് ഇപ്പം ഈ ഇൻട്രൊഡക്ടറി വീഡിയോ തന്നെ പറയും. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ടെസ്റ്റും വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. എന്തായാലും ഈ പ്രാക്ടിക്കൽസിൽ പറയുന്നതിന് മുമ്പ്, ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്തിനാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് സയൻറ്റിഫിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എപ്പോഴും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അത് വളരെ അപ്ലിക്കബിലിറ്റി ഉള്ള ഒരു സംഭവം കൂടിയായിരിക്കും ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നുള്ളത്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് നമുക്കൊരു സൈക്കോളജി ടെസ്റ്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് കുറച്ച് നിയമങ്ങളും സ്റ്റാൻഡർഡൈസേഷൻ മെത്തേഡുകളും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. സ്റ്റാൻഡർഡൈസേഷൻ മാത്രം പോരാ, എന്തെങ്കിലും ഒരു രീതിയിലുള്ള സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട് അത് മെഷർ ചെയ്യുന്നത് നിർബന്ധമാണ്. അത് പേഴ്സണാലിറ്റി ആവാം, ഇന്റലിജൻസ് ആവാം, ഇമോഷൻ ആവാം, വാട്ട് എവർ ഇറ്റ് ഇസ്. പിന്നെ വെർബലോ നോൺ വെർബലോ ആയിട്ടുള്ള റെസ്പോൺസുകളിലൂടെ ആയിരിക്കും നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ റെസ്പോൺസുകൾ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ അക്വയർ ചെയ്യുക എന്നുള്ളത്. ഈ ടെസ്റ്റിങ്ങിൻ്റെ എസ്പെഷ്യലി സൈക്കോളജിക്കൽ എന്ന് മാത്രമല്ല കംപ്ലീറ്റ്ലി ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഒരു ടേബിളൊക്കെ നിങ്ങളിതിൽ കൊടുത്തിട്ടുണ്ട്. 2200 BC ചൈനീസ് പീപ്പിളാണ് ആദ്യമായിട്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ത് ചെയ്തത്, ബിഗിൻ ചെയ്തത്. അത് മുതലുള്ള ഒരു ഹിസ്റ്ററിക്കൽ പാരഗ്രാഫ്സ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് ഇവിടെ ഒരു ടേബിളായിട്ട് നിങ്ങളുടെ ഗൈഡ് ലൈനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് അതിലുള്ള മേജർ ആയിട്ടുള്ള ആളുകളൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഫ്രാൻസിസ് ഗാൾട്ടൺ ആയിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ആളെന്നുള്ളത്. പിന്നെ ബിനെറ്റ് ആൻഡ് സിമോൺ ആണ് സൈക്കോളജിയുടെ കാര്യത്തിൽ വരുമ്പം ആദ്യത്തെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ റോബർട്ട് സ്റ്റേൺ 1914 ഈ ഇൻ്റലിജൻസിൻ്റെ ക്വോഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ്റെ അഥവാ IQ കണ്ടെത്താനുള്ള ഫോർമുല കണ്ടുപിടിച്ചു. അതായത് മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും വെച്ചിട്ട്
പിന്നെ 1916 ലൂയിസ് സ്റ്റെയർമാൻ എന്ത് ചെയ്തു, ഇത് റിവൈസ് ചെയ്തു. അങ്ങനെ കുറേ ഇവന്റ്സ് ഹിസ്റ്ററിയിലുണ്ട്. പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാമതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരാളിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂ, അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റൂ. പിന്നെയാണ് ഗ്രൂപ്പ് ടെസ്റ്റ്. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തതാണ് ഒരു അബിലിറ്റി ടെസ്റ്റ് എന്നുള്ളത്. നമ്മുടെ ഹ്യൂമൻ അബിലിറ്റീസ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. സ്പീഡ്, അതുപോലെ തന്നെ ആക്യുറസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ് അബിലിറ്റി ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്, അഥവാ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ഒരു വർഷത്തിൽ പഠിച്ചു അല്ലെങ്കിൽ ഒരു സമയത്തിനുള്ളിൽ പഠിച്ചു എന്നുള്ളതൊക്കെ എത്ര കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഞാൻ പിന്നെ അധികം പറയാതെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിരുചി മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളാണ്. ഇന്റലിജൻസ് ടെസ്റ്റസ് ആണ് അടുത്ത ടൈപ്പ്. അതായത് നമ്മുടെ ഇന്റലിജൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്, നമ്മുടെ വയസ്സിനനുസരിച്ചുള്ള ഇന്റലിജൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ്, ഡോമിനന്റ് ആയിട്ടുള്ള ട്രേറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് കുറച്ചുകൂടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽസിനെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പീഡ് ടെസ്റ്റ് എന്നും, പിന്നെ നല്ല ടൈം ലിമിറ്റ് ഉണ്ട് പക്ഷേ ഡിഫിക്കൽട്ട് ആയ ഐറ്റംസ് ആണെങ്കിൽ അതിനെ നമ്മൾ പവർ ടെസ്റ്റ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റുകളെ കുറിച്ചൊന്ന് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെങ്കിലും ബേസിക് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വൈവക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൽ പെടുന്ന 3 ഫാക്ടേഴ്സ് ആണ് റിലയബിലിറ്റി, വാലിഡിറ്റി, അതുപോലെ തന്നെ നോംസ് എന്ന് പറയുന്നത്. ഓക്കെ, വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ടെസ്റ്റ് എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണോ മെഷർ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വാലിഡിറ്റിയിലൂടെയാണ്. അതായത് ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ഇൻ്റലിജൻസ് തന്നെയാണോ ടെസ്റ്റ് ചെയ്യുന്നത്, പകരം അതിൽ പേഴ്സണാലിറ്റിയുടെ ക്വസ്റ്റ്യനെയറോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അല്ലല്ലോ അത് അസസ് ചെയ്യുന്നത് നമ്മൾ എൻഷുർ ചെയ്യണം. കാരണം ചില സമയത്ത് അങ്ങനെ മിസ്റ്റേക്കുകൾ പറ്റാം, അങ്ങനെ വരാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ തന്നെ ഈ ടെസ്റ്റ് മെഷർ ചെയ്യണമെന്നില്ല. സോ ഇതൊക്കെ കറക്റ്റാണ് ടെസ്റ്റ് മെഷർ ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു സംഭവത്തിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് വാലിഡിറ്റിയിലൂടെയാണ്. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാലിഡിറ്റി ഉണ്ട്. 3 തരത്തിലാണ് വാലിഡിറ്റി ഉള്ളത്: കണ്ടന്റ് വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി ആൻഡ് ക്രൈറ്റീരിയൻ വാലിഡിറ്റി. അപ്പോൾ കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ടെസ്റ്റിലുള്ള കണ്ടന്റ് അത് കറക്റ്റ് ആണോ, ഇത് നമ്മൾ ഉദ്ദേശിച്ച കണ്ടന്റ് തന്നെയാണോ ഇത് മെഷർ ചെയ്യുന്നത് എന്നാണ് കണ്ടന്റ് വാലിഡിറ്റിയിലൂടെ നമ്മൾ എൻഷുർ ചെയ്യുന്നത്. ക്രൈറ്റീരിയൻ വാലിഡിറ്റി 2 തരത്തിലുണ്ട്: കൺകറന്റ് വാലിഡിറ്റിയും അതേപോലെ തന്നെ പ്രെഡിക്റ്റീവ് വാലിഡിറ്റിയും. കൺകറന്റ് വാലിഡിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ അതേ സമയത്ത് നടത്തിയുള്ള മറ്റൊരു ടെസ്റ്റിൻ്റെ സ്കോറുമായിട്ട് സിമിലർ ആണോ, അത് തന്നെയാണോ കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ അസസ് ചെയ്യുന്നത് കൺകറന്റ് വാലിഡിറ്റിയിലൂടെയാണ്. പ്രെഡിക്റ്റീവ് വാലിഡിറ്റി അതെ പേര് പോലെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യുക, ഫ്യൂച്ചറിൽ വരാൻ പറ്റുന്ന, ഫ്യൂച്ചറിൽ നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ഇതിൻ്റെ സ്കോർ ഇത്രയായിരിക്കും എന്ന് നമ്മൾ ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യുകയും അത് പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്കോർ കറക്റ്റ് ആണോ എന്ന് നമ്മൾ മാച്ച് ചെയ്യുന്നതാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അടുത്ത വാലിഡിറ്റിയാണ് കൺസ്ട്രക്ട് വാലിഡിറ്റി. കൺസ്ട്രക്ട് വാലിഡിറ്റിയിൽ നമ്മളത് കൺസ്ട്രക്ട് ചെയ്ത് വന്നിട്ടുള്ള വേയും കാര്യങ്ങളൊക്കെ അക്യുറേറ്റ് ആണോ, അതിൻ്റെ കൺസ്ട്രക്റ്റിങ്സ് ഒക്കെ വാലിഡേറ്റ് ആയിട്ടാണോ നടന്നിട്ടുള്ളതെന്നാണ് കൺസ്ട്രക്ട് വാലിഡിറ്റിയിൽ നമ്മൾ നോക്കുന്നത്. സോ ഇത് 3ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാലിഡിറ്റി. വാലിഡിറ്റി ഒരു ടെസ്റ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. സിംപ്ലി വാലിഡിറ്റി ഇതാണ്, അതായത് നമ്മൾ എന്താണോ ഈ ടെസ്റ്റ് കൊണ്ട് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണോ ഈ ടെസ്റ്റ് മെഷർ ചെയ്യുന്നത് എന്ന് അസസ് ചെയ്യുന്നതാണ് വാലിഡിറ്റി. റിലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ടെസ്റ്റിന് എല്ലാ സമയത്തും ഒരേ റിസൾട്ട് തന്നെയാണോ തരാൻ കഴിയുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് റിലയബിലിറ്റിയിൽ വരുന്നത്. സോ റിലയബിലിറ്റി പലതരത്തിലുണ്ട്: ടെസ്റ്റ്, റീടെസ്റ്റ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഹാഫ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിലയബിലിറ്റി ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. ടെസ്റ്റ്, റീടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിനെ ഒരു പർട്ടിക്കുലർ ടൈം ഗ്യാപ്പിന് ശേഷം അതേ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത അതേ ഗ്രൂപ്പിൽ വീണ്ടും രണ്ടാമതും അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റ് റീടെസ്റ്റ്. അതായത് ടെസ്റ്റ് റീടെസ്റ്റ് ചെയ്യുക. ഓൾറെഡി കൊടുത്തിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിനെ അതേ ഗ്രൂപ്പിൽ വീണ്ടും ഒന്നുകൂടെ കൊടുത്തിട്ട് ഈ 2 സ്കോറും തമ്മിൽ റിലയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. അടുത്തത് അൾട്ടർനേറ്റീവ് ഫോം റിലയബിലിറ്റിയാണ്. അൾട്ടർനേറ്റീവ് ഫോം റിലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ടെസ്റ്റിൻ്റെ ഒരു അൾട്ടർനേറ്റീവ് ഫോം ഓഫ് ടെസ്റ്റ് റിസർച്ചർ അല്ലെങ്കിൽ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത ആൾ കൺസ്ട്രക്ട് ചെയ്യും. അതിൻ്റെ ബേസിൽ ഒരു റിലയബിലിറ്റി ചെക്ക് ചെയ്യുന്നതുമാണ് അൾട്ടർനേറ്റീവ് ഫോം റിലയബിലിറ്റി എന്ന് പറയുന്നത്.
അടുത്തത് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡിൽ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതിങ്ങനെ ഓഡ് ഈവൺ നമ്പേഴ്സ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് രണ്ടായി ഡിവൈഡ് ചെയ്യോ അങ്ങനെ എങ്ങനെയെങ്കിലും രീതിയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സ്കോർ നോക്കിയിട്ട് അത് റിലയബിൾ ആണോ അല്ലയോ എന്ന് നോക്കുന്നതാണ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ്ററേറ്റർ റിലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മെഷർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ബിഹേവിയർ പുറത്തുനിന്നൊരാൾ ഇത് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി റേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിലുള്ള കോറിലേഷൻ നോക്കിയിട്ടാണ് ഇൻ്ററേറ്റർ റിലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലയബിലിറ്റിയുടെ ഫോംസ്. റിലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു ടെസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ഗ്യാപ്പിൽ കൊടുക്കുന്ന സമയത്ത് സെയിം ആയിട്ടുള്ള ആൻസർ തന്നെയാണോ കിട്ടണേ, അല്ല റിലയബിൾ ആയിട്ടുള്ള ഒരേപോലത്തെ ആൻസർ തന്നെയാണോ കിട്ടണേ എന്ന് നമ്മൾ നോക്കുന്നതാണ് റിലയബിലിറ്റി. അപ്പോൾ എന്തായാലും റിലയബിലിറ്റി വാലിഡിറ്റി എന്നുള്ളതിനെ കുറിച്ചൊരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മാം തന്നു കഴിഞ്ഞല്ലോ അല്ലേ. ഇനി ഇതിൽ നോംസ് എന്ന് പറയുന്നൊരു പോർഷനോട് വരുന്നുണ്ട്. അതായത് നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ടെസ്റ്റിനും ഓരോ നോമുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള നോമുകൾ ഉണ്ടാവും, നിയമങ്ങളുണ്ടാവും. അതിനനുസരിച്ച് മാത്രമേ ആ ടെസ്റ്റ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാനും പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുക്കാനും പാടുള്ളൂ എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഇവാലുവേഷനിലേക്ക് പോവാം. ഇവാലുവേഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയണമല്ലോ അല്ലേ. ഇങ്ങനൊരു ടേബിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈഡിൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ ആ പോയിന്റ് നിങ്ങൾ കണ്ടോ, പാസിംഗ് മാർക്സ് എത്രയാണെന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. 35 മാർക്സ് ആണ് നിങ്ങൾക്ക് ഇതിന് വേണ്ടത്. ഇതിന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു റീ ഇവാലുവേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ടി വരും 1 ഇയർ കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നെ സ്കീം ഓഫ് ഇവാലുവേഷൻ്റെ ഒരു ടേബിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 50+50 അഥവാ 100 മാർക്സ് ആണ് ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ ഇന്റേണൽ ആയിരിക്കും 50 മാർക്സ്, എക്സ്റ്റേണൽ ആയിരിക്കും 50 മാർക്സ്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ 50 + എക്സ്റ്റേണൽ 50 = 100. അങ്ങനെയാണ് നിങ്ങളുടെ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള മാർക്കുകൾ അവർ കണക്കൂട്ടുന്നത്. ഈ ഇന്റേണലിൻ്റെ അണ്ടറിൽ തന്നെ നിങ്ങളുടെ അറ്റൻഡൻസ് അഥവാ നിങ്ങൾ അന്ന് പ്രസന്റ് ആയത് ആ ഒരു അറ്റൻഡൻസ് ഉണ്ടല്ലോ, അതിന് 5 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ടെസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ ലോട്ട് പോലെ അല്ലെങ്കിൽ ലോട്ടറി സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കുറച്ച് സംഭവങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും, ലോട്ട്സ് ഇങ്ങനെ ഉണ്ടാവും, അതിൽ നിന്ന് നിങ്ങൾ എടുക്കുക, അതിലേതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ കണ്ടക്ട് ചെയ്തതിന് നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും. കൃത്യമായി നിങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ പ്രാക്ടിക്കൽ നോട്ട്ബുക്ക് നിങ്ങൾ കൃത്യമായി എഴുതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 15 മാർക്കാണ് നിങ്ങൾക്ക് അതിന് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ 15, 30, 5 എത്രയായി 50 മാർക്ക് ഇന്റേണൽ ആയിട്ടുള്ള ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷനാണ്. അഥവാ നിങ്ങൾ എങ്ങനെ അത് കണ്ടക്ട് ചെയ്തു, അത് കൃത്യമായിട്ട് പറഞ്ഞോ എന്നുള്ളതൊക്കെ, കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കും. അതിന് 20 മാർക്ക് കിട്ടും. പിന്നെ ഇവാലുവേഷൻ ഓഫ് ദ ആൻസർ സ്ക്രിപ്റ്റ്, നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ് അഥവാ നിങ്ങൾ അന്നേരം എഴുതിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, അതിൻ്റെ റിപ്പോർട്ടൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്, ഡിസ്കഷനൊക്കെ എഴുതി കൊടുക്കും. ഓരോ എക്സ്പെരിമെൻറ്റിന് നിങ്ങൾ ചെയ്തത് അത് ആ ഒരു ആൻസർ ഷീറ്റിൽ എഴുതി കൊടുക്കുന്നത് നിങ്ങൾ ലൈവായിട്ട് ആ ചെയ്ത സൂപ്പർവിഷനിൽ ചെയ്ത ആ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് പറയുന്നത്, നോട്ട്ബുക്കിനെ കുറിച്ചല്ല. ആ ഒരു ആൻസർ ഷീറ്റിന് മാക്സിമം ഇവാലുവേഷനിൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. പിന്നെ വൈവ ഓസി ആണുള്ളത്. വൈവ ഓസിൽ ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ അക്കാദമിക് കൗൺസിലറിനെ ആയിരിക്കാം, അയാൾ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ്സിൻ്റെ ബേസിൽ. അതിന് നിങ്ങൾ കൃത്യമായ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് 20 മാർക്സ് കിട്ടും. അങ്ങനെ 20+20+10 50 മാർക്സ് ആണ് എക്സ്റ്റേണൽ ആയിട്ട് ഉണ്ടാവുക. അങ്ങനെയാണ് നിങ്ങളെ മാർക്കിംഗ് വരിക. ഓവറോൾ 100 മാർക്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഓരോ പേപ്പറിനും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രാക്ടിക്കൽ കൗൺസിലിംഗ് സെഷനെ കുറിച്ചാണ്. അഥവാ നിങ്ങളുടെ അക്കാദമിക് കൗൺസിലർ നിങ്ങളെ സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ് പ്രാക്ടിക്കൽ കൗൺസിലിംഗ് സെഷൻ എന്നുള്ളത്. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ഈ എക്സ്പെരിമെൻറ്റും ചെയ്യേണ്ടതിനെ കുറിച്ച് കൃത്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നെ കാണിച്ചു തരണം. മെഷീൻസ് വെച്ചിട്ട് തന്നെ, അപ്പാരറ്റസ് വെച്ചിട്ട് തന്നെ കാണിച്ചു തരണം. അതുപോലെ തന്നെ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നൽകണം. നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗൈഡ് ലൈനിൽ 103യുടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാക്ടിക്കൽ കൗൺസിലിംഗ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അത് രണ്ടിൻ്റെയും ഫുൾ അറ്റൻഡൻസ് നിങ്ങൾക്ക് മാൻഡേറ്ററി ആണ്. ഓക്കെ, നിർബന്ധമാണ്. പിന്നെ പ്രാക്ടിക്കൽ നോട്ട് ബുക്ക് എഴുതുമ്പോൾ ആ ഒരു ഗൈഡ് ലൈനിൽ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ നോട്ട് ബുക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അക്കാദമിക് കൗൺസിലർ ചെക്ക് ചെയ്യുമെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തിയിൽ ചെയ്യണം. പിന്നെ പ്രാക്ടിക്കലിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസിംഗ് മാർക്ക് 35 ആണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ മേജറായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തായാലും ഓരോ ടെസ്റ്റുകളെയും നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ബേസിക് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്നാമതാണ് ബാറ്റിയാസ് ബാറ്ററി ഓഫ് പെർഫോമൻസ് ടെസ്റ്റ്. ഇത് ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് ആണ്. ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുക. എന്തായാലും എക്സ്പ്ലനേഷനിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഇതുപോലത്തെ കുറച്ച് ബ്ലോക്കുകൾ ഉണ്ടാവും. അതിൻ്റെ ഷേപ്പും സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു പസിൽ പോലെയൊക്കെയാണ്. ഷേപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക.
പിന്നെ എന്താണ് ഇമേജിനനുസരിച്ച് ആ ബ്ലോക്സ് വെച്ചിട്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ബാട്ടിയ തന്നെയാണ് ഈ ഒരു ടെസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെയാണ് 16 പേഴ്സണാലിറ്റി ഫാക്ടർ എന്നുള്ളത്. 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആണ് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉള്ളതെന്ന് കാറ്റിൽ പറഞ്ഞിരുന്നു. കാറ്റിലിൻ്റെ 16 പേഴ്സണാലിറ്റി ഫാക്ടർ തിയറിയുടെ ബേസിൽ തന്നെയാണ് ഈ 16 പേഴ്സണാലിറ്റി ഫാക്ടർ ടെസ്റ്റും വരുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ഇവിടെ അസസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങളുടെ ടെസ്റ്റ്, അതായത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ഇപ്പോൾ ചെയ്യുന്നത് ഓഫ്ലൈൻ ആയതുകൊണ്ട്, ചിലയിടത്ത് ചിലപ്പോൾ ഓൺലൈൻ ഉണ്ടാവും, അത് പറയാൻ പറ്റില്ല മുൻകൂട്ടി. അപ്പോൾ ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടുന്ന് ക്വസ്റ്റനെയർ കിട്ടും. അക്കാദമിക് കൗൺസിലിംഗ് സെഷനിൽ തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരും. ആ ക്വസ്റ്റനെയർ നിങ്ങളെ പിന്നെ സബ്ജക്റ്റിനെ കൊണ്ട്, ആരാണോ ചെയ്യുന്ന അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അയാളുടെ സ്കോറുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് അവരുടെ ഏതൊക്കെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സാണ് ഡൊമിനൻ്റ്, ഏതൊക്കെയാണ് നോൺ അഗ്രസീവ് എന്നൊക്കെ മനസ്സിലാക്കുകയാണ് 16 പേഴ്സണാലിറ്റി ഫാക്ടറിൽ ചെയ്യേണ്ടത്. പിന്നെയാണ് മുള്ളർ ലെയർ ഇല്യൂഷൻ എന്നുള്ളത്. ഒരു വ്യക്തിയുടെ വിഷ്വൽ ഇല്യൂഷൻ്റെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുള്ളർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്ന ടെസ്റ്റ് യൂസ് ചെയ്യുന്ന, എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മളൊരു അപ്പാരറ്റസ് യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള ഇമേജസ് വെച്ചിട്ടുള്ള ഒരു അപ്പാരറ്റസ് ഉണ്ട്. ആ ഒരു അപ്പാരറ്റസിൽ 2 ലൈനുകൾ നമ്മൾ ഒരേ ലെങ്ത്തിലേക്ക് കൊണ്ടുവരാണ് വേണ്ടത്. എനിവേ വിൽ ഡിസ്കസ് ദാറ്റ് ഓൾസോ ഇൻ ഡീറ്റെയിൽ. പിന്നെയാണ് ബൈലാറ്ററൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് വരുന്നത്. ബൈലാറ്ററൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൈ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളൊരു വലത് കൈ കൊണ്ട് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇടത് കൈ കൊണ്ടും അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കും, അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ഈ ബൈലാറ്ററൽ ട്രാൻസ്ഫർ പറയുന്നത്. അപ്പോൾ ഈ ബൈലാറ്ററൽ ട്രാൻസ്ഫറിൻ്റെ അബിലിറ്റി നിങ്ങളിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ബൈലാറ്ററൽ ട്രാൻസ്ഫറൻസ് എത്രത്തോളം കപ്പാസിറ്റിയിൽ നിങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ബൈലാറ്ററൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഇതിലൊരു മിറർ ഡ്രോയിങ് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ സ്റ്റൈലസ് എന്ന് പറയുന്ന നീഡിൽ പോലത്തെ ഒരു സംഭവം യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ തന്നെ പറയാം. കാരണം അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നതാണ് നല്ലത്. എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ദാൻ 2 hours long. Okay. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കലാണ് ഇമ്മീഡിയറ്റ് സ്പാൻ ഓഫ് മെമ്മറി. ഇമ്മീഡിയറ്റ് സ്പാൻ ഓഫ് മെമ്മറിയിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും, സ്പാൻ ഓഫ് അറ്റൻഷനും ഇതും ഒന്നാണോ, ഇത് രണ്ടാണ്. സോ ഇതിൽ നമ്മൾ ഒരു ഷോർട്ട് ടേം മെമ്മറിയാണ് നടക്കുന്നത്. നമുക്കൊരു പെർട്ടിക്കുലർ ഗിവൺ ടൈമിൻ്റെ ഉള്ളിൽ എത്രത്തോളം നോൺസെൻസ് സിലബിൾസിനെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ നോൺസെൻസ് സിലബിൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മില്ലറിൻ്റെ മാജിക് നമ്പേഴ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ചങ്ക്സ്, നോൺസെൻസ് സിലബിൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഈ നോൺസെൻസ് സിലബിൾസിന്, അതായത് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ലാത്ത ചില വാക്കുകൾക്ക്, കൈൻഡ് ഓഫ് WXY, കൈൻഡ് ഓഫ് അങ്ങനെയുള്ള വാക്കുകളെ ഓർത്തെടുക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണിത്. ഇത് നമ്മൾ മെമ്മറി ഡ്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയുടെ മെമ്മറി സ്പാൻ എത്രത്തോളം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രാക്ടിക്കൽ നോട്ട്ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ് കൂടെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ പറയും. ഓക്കെ. അപ്പോൾ ഫോർമാറ്റിൽ ആദ്യം നമുക്കൊരു ടൈറ്റിൽ ഉണ്ടാവും, എന്താണ് ഈ ടെസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച്. 16 PF ആണെങ്കിൽ 16 PF എന്ന് നമ്മൾ എഴുതുക. പിന്നെ എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആണ്, എന്തിനാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഹൈപ്പോത്തസിസ്, ഏതെങ്കിലും എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഹൈപ്പോത്തസിസ് ചെയ്താൽ 16 PFലൊന്നും ഹൈപ്പോത്തസിസ് എഴുതേണ്ടതായിട്ട് ഇല്ല. പിന്നെ ഇൻട്രഡക്ഷൻ ആണ്, ഒരു പാരഗ്രാഫാണ് ഉണ്ടാവുക, അതിൻ്റെ ഹിസ്റ്ററി, ആ ടെസ്റ്റിൻ്റെ ഹിസ്റ്ററി ഒക്കെ അതിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് ആണ്, ടെസ്റ്റിനെ കുറിച്ചുള്ള ആ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. ഓതർ ഓഫ് ദ ടെസ്റ്റ്, പിന്നെ ബേസിക് പേർപ്പസ് ഓഫ് ദ ടെസ്റ്റ് ഒക്കെ ഈ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ എഴുതുക. പിന്നെ മെറ്റീരിയൽസ് റിക്വയർഡ് ആണ്, അഥവാ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഈ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ ആവശ്യമായത് എന്നുള്ളത് ആഡ് ചെയ്യണം. പാർട്ടിസിപ്പൻറ്റിൻ്റെ പ്രൊഫൈലാണ് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത്, അഥവാ ഈ പാർട്ടിസിപ്പൻറ്റിൻ്റെ പേര്, പിന്നെ അതുപോലെ തന്നെ അയാളുടെ ഏജ്, ഡെമോഗ്രാഫിക് ആയിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസൊക്കെ അവിടെ ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ പ്രൊസീജിയർ ഫോർ അഡ്മിനിസ്ട്രേഷൻ ആണ്, അതിൽ തന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിൽ തന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ പെടുന്നതാണ് ഒന്ന് പ്രിപ്പറേഷൻ, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ റാപ്പോർട്ട്, എങ്ങനെ ഇയാളുമായിട്ട് നല്ല ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്, പ്രീകോഷൻസ്, എന്തൊക്കെ പ്രീകോഷൻസ് ആണ് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇതിൽ നമ്മൾ എഴുതേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ സ്കോറിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരും. നമ്മൾ എങ്ങനെ സ്കോർ ചെയ്യും, അതിന് ഓരോ സ്കോറിങ്ങിനും അല്ലെങ്കിൽ ഓരോ ടെസ്റ്റിനും ഓരോ സ്കോറിംഗ് മെത്തേഡുകൾ അതേ ഗൈഡിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഡിസ്കഷൻസ് ഉണ്ടാവും സ്കോറിങ്ങിന് ശേഷം, ദെൻ കൺക്ലൂഷൻ ആൻഡ് റെഫറൻസസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് പോകുന്നത്. റെഫറൻസ് നമ്മൾ APA സ്റ്റൈലാണ് പിന്നെ ഫോളോ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ഫോർമാറ്റിൽ, അത് ആ APA ഫോർമാറ്റ് തന്നെയായിരിക്കും നിങ്ങളുടെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ടാവും, അത് ജസ്റ്റ് കോപ്പി ചെയ്താലും മതിയാവും. ഓക്കെ. എന്തായാലും പ്രാക്ടിക്കൽസിൻ്റെ ഒരു ഇൻട്രഡക്ഷനിൽ, ബേസിക് ഇൻട്രഡക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ഓരോ എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നായി എടുത്തിട്ട് തന്നെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓൾസോ ഹൗ ടു റൈറ്റ് അബൌട്ട് ദ പ്രാക്ടിക്കൽ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഹൗ ടു റൈറ്റ് അബൌട്ട് ദ പ്രാക്ടിക്കൽ നോട്ട്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. എനിവേ, താങ്ക് യു.